Good morning. കേൾക്കാൻ പറ്റുന്നില്ലേ നിങ്ങക്ക്? നെറ്റിന്റെ ഒരു ചെറിയ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. അതാണ് ക്ലാസ് അത്ര ലേറ്റ് ആയത്. ഓക്കെ, ഇനി കേറിയവരൊക്കെ ഇറങ്ങിയോ? ഇന്ന് എടുക്കുന്നതും കൂടി ഉണ്ട് നമുക്ക് എക്സാമിന്. മൺഡേ നിങ്ങൾക്ക് എക്സാം അല്ലേ? ഇന്ന് എടുക്കുന്ന പോർഷൻസിനും കൂടി എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. ഞാൻ പറയാം എവിടെ വരികയാന്നുള്ളത് കേട്ടോ. ഓക്കെ, ഞാനൊന്ന് ഷെയർ ചെയ്തിട്ട് കേട്ടോ. സെലക്ഷൻ ഇന്റർവ്യൂ അവിടെ അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ജോയിൻ ചെയ്യണ്ടല്ലേ, കുട്ടികൾ ക്ലാസ്സിൽ എന്ന് വിചാരിച്ചിട്ട് പോയോ? ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണെന്ന് പറഞ്ഞു നിർത്തിയത്? ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ എ സെലക്ഷൻ ഇന്റർവ്യൂ. ആ ഒരു ഹെഡിങ് നമ്മൾ നോക്കിയത്. ഒരു ഇന്റർവ്യൂല് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ആ പോയിന്റ്സ് അല്ലേ നമ്മൾ പറഞ്ഞത്. homework, do homework, arrive early for the interview, bring notes along to calm the nerves, offer a firm handshake, then be confident but not superior, then take time to answer the question, highlight your success, speak with enthusiasm, then ask questions about the position, take notes. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഇന്റർവ്യൂല് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്? അത് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നോ? അത് ഓക്കെ, ഇത്രയും കംപ്ലീറ്റ് ചെയ്തതല്ലേ? ഇനി ഡോൺസ് എന്നുള്ളതല്ലേ നമുക്ക് തുടങ്ങണ്ടേ? സൂര്യ, കാവ്യ, ഗൗരി, ശ്രുതി കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നവര്? ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ, ടേക്ക് നോട്ട്സ് വരെ പറഞ്ഞുള്ളൂ എന്നാണോ? ഓക്കെ, ഓക്കെ. ഏഴാമത്തെ സ്പീക്ക് വിത്ത് അവിടെ വരെയാണോ നമ്മൾ പറഞ്ഞത്? ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ പൊസിഷൻ, അതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. നയൻത്ത് വൺ അല്ലേ? നയൻത്ത്. ടേക്ക് നോട്ട്സ് എന്നുള്ളത് ഉണ്ടെന്ന്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാണ്? എട്ടാമത്തെ പോയിന്റ് അല്ലേ? എട്ടാമത്തെ പോയിന്റ്, ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ പൊസിഷൻ. അപ്പൊ ഒരു ഇന്റർവ്യൂല് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റാന്നാണ് നമ്മൾ നോക്കിയത് അല്ലേ? ദ ഇന്റർവ്യൂ ക്യാൻ ആസ്ക് ദ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ജോബ് പൊസിഷൻ വിത്ത് ദ HR മാനേജർ. അപ്പൊ ഇന്റർവ്യൂവിന് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. എന്തിനെ കുറിച്ച്? ജോബ് പൊസിഷനെ കുറിച്ച് അല്ലെ? ജോലിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആ കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂവറിനോട് ചോദിക്കാൻ പറ്റും with the HR manager. Then this shows that the candidate is really interested in this job. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? കാൻഡിഡേറ്റ്സ് അവിടെ ആ ജോലിയിൽ ശരിക്കും ഇൻട്രസ്റ്റ് ആണ് അല്ലെ? റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ജോബ്. ആ ജോലിയോട് താല്പര്യം ഉള്ളത് കൊണ്ടല്ലേ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അല്ലെ? Also, asking the questions about the position help the interviewer to know whether he or she is appearing for the right job interview. ഇനി അത് കൂടാതെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ്, ഈ ജോബ് പൊസിഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ആ ഇന്റർവ്യൂവിന് എന്താണ് അറിയാൻ പറ്റും? എന്താ അവൻ യഥാർത്ഥ ശരിയായിട്ടുള്ള ജോബ് ഇന്റർവ്യൂവിലാണോ അപ്പിയർ ചെയ്തത് അല്ലെ? അത് കറക്റ്റ് ആയിട്ടുള്ള അവന്റെ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ശരിയായിട്ടുള്ള ജോബ് ഇന്റർവ്യൂവിലാണോ അവൻ അപ്പിയർ ചെയ്തത് എന്നുള്ളത് ഇന്റർവ്യൂവിന് അറിയാനും പറ്റും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. 9, 10ാമത്തെ പോയിന്റ് കേട്ടോ. ലാസ്റ്റ് പോയിന്റ്, ടേക്ക്
ടേക്ക് നോട്ട്സ് എടുക്കാം. The candidates can bring notes containing information about the company and the job position. കമ്പനിയെ കുറിച്ച് ജോബ് പൊസിഷനെ കുറിച്ചൊക്കെ വിവരങ്ങൾ ഉൾപ്പെടുന്ന നോട്ട്സ് കാൻഡിഡേറ്റ്സിന് എടുക്കാൻ പറ്റും. കമ്പനിയെ കുറിച്ചുള്ള ജോബ് പൊസിഷനെ കുറിച്ച് വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ചെറിയ ചെറിയ നോട്ട്സുകൾ കാൻഡിഡേറ്റ്സിന് എടുക്കാൻ പറ്റും. ഓൾസോ ദ കാൻഡിഡേറ്റ്സ് ക്യാൻ ആഡ് ദ ഇൻഫർമേഷൻ ടു ദർ നോട്ട്സ്. പിന്നെ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ആ നോട്ട്സിലേക്ക് കുറച്ചുകൂടി വിവരങ്ങൾ ഇന്റർവ്യൂവിന്റെ ഇതായിട്ടുള്ള ആ വിവരങ്ങൾ കാൻഡിഡേറ്റ്സിന് കുറച്ചും കൂടി അതിനകത്തായിട്ട് ആഡ് ചെയ്യാനും പറ്റും എന്നാ പറഞ്ഞേക്കണേ. The candidates can add the information to their notes by noting down new data during the interview. അപ്പൊ അതായത് ഇന്റർവ്യൂവിൽ കിട്ടുന്ന പുതിയ വിവരങ്ങളില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവന്റെ കയ്യിലിരിക്കുന്ന ആ നോട്ട്സിലേക്ക് ആഡ് ചെയ്യാനും പറ്റും. ദിസ് വിൽ റിഫ്ലക്ട് ദ ഇന്റർവ്യൂസ് ഇൻട്രസ്റ്റ് ഇൻ ദ ജോബ്. ഇത് എന്താ കാണിക്കുന്നേ? അപ്പൊ നോട്ട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കാം. ഇതൊക്കെ എന്തെന്നാ അവിടെ കാണിക്കുന്നത്? ഇന്റർവ്യൂവി അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് ശരിക്കും ആ ജോലിക്ക് താല്പര്യമുണ്ട് അല്ലെ, ആ ജോലിയിലുള്ള താല്പര്യമാണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് വിൽ ഹെൽപ് ഇൻ റിമെമ്പറിംഗ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹി മൈറ്റ് want to ask the interviewer and help remembering the questions. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഇന്റർവ്യൂവറിനോട് കാൻഡിഡേറ്റ്സ് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഓർമ്മപ്പെടുത്താനും നമുക്ക് എന്ത് ചെയ്യാം? ആ നോട്ട്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മളെ ഒരു ചെറിയ നോട്ട്സ് പോലെ അതൊന്നും കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ച് വെക്കാം. അപ്പൊ നമ്മൾ മറന്നു പോകാതെ ആ ഇന്റർവ്യൂവറിനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്താനും ഈ നോട്ട്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ആ ചെറിയ നോട്ട്സ് കാൻഡിഡേറ്റ്സിന് എടുക്കാമെന്നാ പറയുന്നത്. അപ്പൊ അതിലെ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ എന്തിനാണ് അത് പറഞ്ഞത്? ആ കാൻഡിഡേറ്റ്സ് ആ ജോലിക്ക് യഥാർത്ഥത്തിൽ താല്പര്യമുണ്ട്. നമുക്ക് ആ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് നോക്കിയാൽ മതിയല്ലോ അല്ലെ. അപ്പൊ ആ കാൻഡിഡേറ്റ്സ് യഥാർത്ഥത്തിൽ ആ ജോലിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഇന്റർവ്യൂവറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഓർമ്മപ്പെടുത്താനും ആ നോട്ട്സ് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നോക്കിയ രണ്ടാമത്തെ ഡോൺട്സ്. ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാ. എന്നാ നോക്കി ഇനി അടുത്തത് എന്താ? അവിടെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പറ്റുന്നതോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കണം. While preparing for an interview, a person should be cautious about the following points. ഒരു ഇന്റർവ്യൂവിന് പ്രിപ്പയർ ആകുമ്പോൾ ആ വ്യക്തികള് ഈ പറയുന്ന പോയിന്റ്സ് ഓർമ്മിക്കണം. അതില് ജാഗ്രത പാലിക്കണം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ജാഗ്രത പാലിക്കാം. അപ്പൊ അത് ഈ കാര്യങ്ങളും അവൻ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ നോക്കിയേ, ഡ്രസ്സിംഗ് കാഷ്വലി. കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാൻ പാടില്ല. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാട്ടോ. ഡ്രസ്സിംഗ് കാഷ്വലി, സാധാരണ വസ്ത്രധാരണം. നമ്മള് സാധാരണ ഇടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടൊക്കെ ഇന്റർവ്യൂവിന് പോകാൻ പറ്റുമോ? അത് ചെയ്യാൻ പാടില്ല. കാഷ്വൽ ആയിട്ടുള്ള സാധാരണ വസ്ത്രം ധരിക്കാൻ പാടില്ല. An interviewee should not be dressed in a casual way. സാധാരണ രീതിയിലുള്ള വസ്ത്രങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ ധരിക്കാൻ പാടില്ല. Such attire reflects an unserious attitude towards the job position. അപ്പൊ ഇതെന്താണ് കാണിക്കുന്നത്? അറ്റയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്താ പറയാ, അത് കാണിക്കുന്നത് അങ്ങനെയുള്ള ഒരു മനോഭാവം എന്താ റിഫ്ലക്ട് ചെയ്യുന്നത്? അൺസീരിയസ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ ജോബ് പൊസിഷൻ. ആ ജോബ് പൊസിഷനെ കുറിച്ച് സീരിയസ് അല്ല, ഉണ്ടോ? സീരിയസ് അല്ലാത്ത ഒരു മനോഭാവമാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെ. നമ്മൾ അതിനെ അത്രയും സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഒരു നോർമൽ ഡ്രസ് ഇട്ടിട്ട് പോകുന്നു. ആ ഒരു ഇതാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. The candidates must be dressed formally even if the company's uniform is casual. ആ കമ്പനിയുടെ യൂണിഫോം കാഷ്വൽ സാധാരണ രീതിയിലാണെങ്കിലും ഇന്റർവ്യൂവിന് നമ്മൾ ചെല്ലുമ്പോൾ കാൻഡിഡേറ്റ്സ് എങ്ങനെ ധരിക്കണം? ഫോർമൽ ആയിട്ടുള്ള ഡ്രസ്സ് വേണം ധരിക്കാനായിട്ട് അല്ലെ. നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ സാധാരണ രീതിയിലുള്ള ഡ്രസ്സാണോ? നമ്മൾ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് അല്ലെ ഇന്റർവ്യൂവിന് പോയിട്ടുള്ളവര് നമ്മൾ സാധാരണ ഡ്രസ് ഇട്ടുകൊണ്ടാണ് പോണ്ടേ? ആണോ? അല്ല അല്ലേ? അപ്പൊ അത് പറഞ്ഞേക്കണത് ഫോർ ഇന്റർവ്യൂ മസ്റ്റ് the candidates must be dressed formally. എങ്ങനെ വേണം? ഫോർമൽ ആയിട്ടുള്ള
ഔപചാരികമായിട്ടുള്ള ഡ്രസ്സ് വേണം ധരിക്കാൻ. അപ്പൊ അതിനകത്തെ ആ രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാട്ടോ. അപ്പൊ അങ്ങനെ കാഷ്വൽ ഡ്രസ്സ് ധരിക്കുന്നത് എന്താ റിഫ്ലക്ട് ചെയ്യുന്നത്? റിഫ്ലക്ട് ആൻഡ് അൺസീരിയസ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ ജോബ് പൊസിഷൻ. ആ ജോലിന് അവൻ അത്രയും സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ കമ്പനിയുടെ യൂണിഫോം കാഷ്വൽ ആണെങ്കിലും ഒരു കാൻഡിഡേറ്റ്സ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇങ്ങനെ ഫോർമൽ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കണം. The candidates must be dressed formally. അതും കൂടി അണ്ടർലൈൻ ചെയ്തിട്ടോ. ഫോർമലി. ഇനി അടുത്ത് നോക്കിയേ, വയലേറ്റിംഗ് ദ ഇന്റർവ്യൂവേഴ്സ് പേഴ്സണൽ സ്പേസ്. ഒരു ഇന്റർവ്യൂവറിന്റെ പേഴ്സണൽ സ്പേസ് വയലേറ്റ് ചെയ്യാൻ പാടില്ല. വയലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ലംഘിക്കാൻ പാടില്ല. ഇന്റർവ്യൂവറിനും ഇന്റർവ്യൂയ്ക്കൊക്കെ വേറെ വേറെ സ്പേസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഇന്റർവ്യൂവറിന്റെ സ്പേസ് ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. ഓക്കെ, എവരിവൺ ഹാസ് എ പേഴ്സണൽ സ്പേസ്. ഒരു ഇന്റർവ്യൂവില് എല്ലാവർക്കും ഉണ്ടാവാൻ അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കും, പേഴ്സണൽ സ്പേസ് ഉണ്ടായിരിക്കും. ഹിൻഡറിംഗ് ദ പേഴ്സണൽ സ്പേസ് ഓഫ് ദ ഇന്റർവ്യൂവർ ക്യാൻ മേക്ക് ഹിം അൺകംഫർട്ടബിൾ. ഹിൻഡറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സപ്പെടുത്തുക. ആ പേഴ്സണൽ സ്പേസ്, ആർക്കടെ? ഇന്റർവ്യൂവറുടെ പേഴ്സണൽ സ്പേസ് തടസ്സപ്പെടുന്നത് എന്താണ്? ആ ഇന്റർവ്യൂ അൺകംഫർട്ടബിൾ ആയിരിക്കും അല്ലെ? എവിടെയെങ്കിലും ഒക്കെ ഇരുന്നാ മതിയോ? അത് ഓരോരുത്തർക്കും കറക്റ്റ് പൊസിഷൻ ഉണ്ട്. അപ്പൊ അവിടെ തന്നെ ഇരിക്കണം, എന്നാലാണ് നല്ല കംഫർട്ടബിൾ ആയിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ആ പേഴ്സണൽ സ്പേസ് ലംഘിക്കുന്നത് ഹിൻഡറിംഗ് എന്ന് പറഞ്ഞാൽ അത് തടസ്സപ്പെടുത്തുന്നത് ആ ഇന്റർവ്യൂവറിന് എന്താ? അൺകംഫർട്ടബിൾ ആയിരിക്കും. Interviewer can make him uncomfortable. Therefore, the interviewee must not try to hinder the personal space of the interviewer by any means. Interviewee ഒരിക്കലും അതിനെ തടസ്സപ്പെടുത്താൻ പാടില്ല. ആരെ? പേഴ്സണൽ സ്പേസ്. ആർക്കടെ? ഇന്റർവ്യൂവറിന്റെ. അപ്പോ ഒരു ഇന്റർവ്യൂയി ഒരിക്കലും ഇന്റർവ്യൂവറിന്റെ പേഴ്സണൽ സ്പേസ് ലംഘിക്കാൻ പാടില്ല. ഒരു കാരണവശാലും യാതൊരു രീതിയിലും ആ ഇന്റർവ്യൂവറിന്റെ പേഴ്സണൽ സ്പേസ് തടസ്സപ്പെടുത്താൻ പാടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ അവരുടെ പൊസിഷനിലേക്കൊക്കെ കയറി അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ നീങ്ങിയിരിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഇന്റർവ്യൂവറിന് അത് അൺകംഫർട്ടബിൾ ആയിരിക്കും. ക്ലിയർ ആയോ? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. ഇന്റർവ്യൂവറിന്റെ പേഴ്സണൽ സ്പേസിനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല, അത് ലംഘിക്കാൻ പാടില്ല. ഹിൻഡറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സപ്പെടുത്താൻ പാടില്ല. ഓക്കെ, അടുത്ത് നോക്കാം. ഓക്കെ അല്ലേ? ഓരോന്ന് കഴിയുമ്പോ ഓരോ കമ്പിട്ട് തന്നെ ആരെങ്കിലും ഒരാളൊക്കെ, അപ്പൊ എനിക്കത് ക്ലിയർ ആവുമല്ലോ. യെസ്, അടുത്ത് നോക്കിയേ. മൂന്നാമത്തെ എന്താ? മിസ്ട്രീറ്റിംഗ് ദ സപ്പോർട്ട് സ്റ്റാഫ്. ഇനി അവിടെ സപ്പോർട്ട് സ്റ്റാഫുകളില്ലേ, ആ സപ്പോർട്ട് സ്റ്റാഫുകളോട് ഒരു മോശമായി പെരുമാറാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുക, അപ്പൊ അവിടെ സപ്പോർട്ട് സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, ഹൗസ് കീപ്പിംഗ് അതുപോലെയുള്ള മറ്റുള്ള ക്ലർക്ക്, അല്ലെങ്കിൽ എന്താ പറയാ, അടിക്കാനും അങ്ങനെയൊക്കെ വരുന്ന സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് സ്റ്റാഫിനോടൊന്നും നമ്മൾ അവിടെ മോശമായിട്ട് പെരുമാറാൻ പാടില്ല. മിസ്ട്രീറ്റിംഗ് ദ സപ്പോർട്ട് എംപ്ലോയി ഓർ ലോവർ ലെവൽ സ്റ്റാഫ് മെമ്പേഴ്സ്. ലോവർ ലെവൽ സ്റ്റാഫ് മെമ്പേഴ്സ്, താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫ് മെമ്പറിനോട് ഒരു മോശമായി പെരുമാറാൻ പാടില്ല. ലോവർ ലെവൽ സ്റ്റാഫ് മെമ്പർ റിഫ്ലക്ട് ആൻ ഇൻഹ്യൂമൻ ആൻഡ് ഡിസ്റെസ്പെക്ട്ഫുൾ നേച്ചർ. ബഹുമാനമില്ലാതെ അവരോട് ഒരു മനുഷ്യരഹിതമായി, ഇൻഹ്യൂമൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരഹിതമായിട്ടും അതുപോലെ റെസ്പെക്ട് ഇല്ലാതെ അനാദരവോടുകൂടിയും ആ ഒരു സ്വഭാവത്തോടു കൂടിയും ഒന്നും അവരെ എന്ത് ചെയ്യാ, സപ്പോർട്ട് സ്റ്റാഫിനെ അല്ലെങ്കിൽ ലോവർ ലെവൽ സ്റ്റാഫിനോട് പെരുമാറാൻ പാടില്ല. The candidates thus should not mistreat any persons and must pay respect to everyone in the office. അപ്പൊ എന്താ? അപ്പൊ അവരോട് മിസ്ട്രീറ്റ് എന്ന് വെച്ചാൽ മോശമായി പെരുമാറുക. അപ്പൊ അവരോട് കാൻഡിഡേറ്റ്സ് എന്താ, ആ ലോവർ ലെവൽ എംപ്ലോയിനോട് എന്താ ഒരു മോശമായ രീതിയിലൊന്നും പെരുമാറാൻ പാടില്ല. ഒരു വ്യക്തികളോട് മോശമായിട്ട് പെരുമാറാൻ പാടില്ല. മസ്റ്റ് പേ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ റെസ്പെക്ട്, അവരോട് നല്ല ബഹുമാനത്തോടു കൂടി പെരുമാറണം. ഇത് ഓഫീസിലുള്ള എല്ലാവരോടും നല്ല ബഹുമാനത്തോടു കൂടി പെരുമാറണം. ക്ലിയർ ആയില്ലേ?
നമ്മുടെ ഇപ്പൊ നമ്മളിപ്പോ അവരല്ലെങ്കിൽ ലോവർ ലെവൽ സ്റ്റാഫ് അല്ലേ, സപ്പോർട്ട് സ്റ്റാഫ് അല്ലേ എന്നുള്ള രീതിയിൽ അവരോട് ഒരു മോശമായ രീതിയിൽ അവരെ ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ ഹാർട്ട് മുറിവേക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. എല്ലാവരും ഒരുപോലെ കൺസിഡർ ചെയ്യുക, അവരോട് നല്ലൊരു റെസ്പെക്റ്റോടുകൂടി തന്നെ പെരുമാറുക. Then അടുത്തതാണ് സ്റ്റാൻഡിങ് ഔട്ട് ഫോർ ദ റോങ് റീസൺസ്. തെറ്റായ കാര്യങ്ങളിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. Standing out for the wrong reasons. The candidate should appear and speak in normal manner. എങ്ങനെ വേണം സംസാരിക്കാൻ? സാധാരണ രീതിയിൽ വേണം സംസാരിക്കാൻ. Candidate should appear. എങ്ങനെ candidates പ്രത്യക്ഷപ്പെടണം? അവരുടെ ആ ഒരു കാഴ്ചയിലും സംസാരത്തിലും ഒക്കെ ഒരു സാധാരണ രീതിയിൽ, ഒരു നോർമൽ രീതിയിൽ തന്നെ അവര് സംസാരിക്കും. അവരുടെ ഒരു ലുക്ക് അതൊക്കെ സാധാരണ രീതിയിലായിരിക്കണം. He or she should not stand out due to the illogical or wrong reasons. നിയമവിരുദ്ധ അല്ലെങ്കിൽ ന്യായവിരുദ്ധമല്ലാത്ത തെറ്റായതിലൊന്നും അവര് നിൽക്കാൻ പാടില്ല. Wearing heavy makeups. എന്താ ഹെവി മേക്കപ്പുകള്, ഒത്തിരി മേക്കപ്പുകളൊന്നും ധരിക്കാൻ പാടില്ല. ജ്വല്ലറി, കുറെ ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല. നിയോൺ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് കളേഴ്സ് ഒക്കെ ഉള്ള കേട്ടോ. അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴേ ഒത്തിരി നമ്മുടെ കണ്ണിന് ഭയങ്കര ഇതാക്കുന്ന, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒത്തിരി ഡാർക്ക് കളേഴ്സ് അങ്ങനെയുള്ളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നിയോൺ കളേഴ്സ് ക്ലോത്ത് എന്നും കൂടി ഉണ്ട് കേട്ടോ. നിയോൺ കളേഴ്സ് ക്ലോത്ത്. അപ്പൊ അങ്ങനെ നമുക്ക് എന്താ പറയാ, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള കളറുകളില്ലേ, ഡാർക്ക് ആയിട്ടുള്ള അങ്ങനെയുള്ള വസ്ത്രങ്ങളൊന്നും അവിടെ ധരിക്കാൻ പാടില്ല. ഹാഡ് സ്മെല്ലിംഗ് പെർഫ്യൂംസ്. പിന്നെ ചില പെർഫ്യൂംസ് ഒക്കെ ഭയങ്കര ഡാർക്ക് സ്മെല്ലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പെർഫ്യൂംസ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. Can given reasons to HR manager for not selecting the candidates. ഈ കാര്യങ്ങളൊക്കെ HR മാനേജറിന് ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളാണ്. ഒരുപാട് മേക്കപ്പ് ചെയ്തിട്ട് പോകാൻ പാടില്ല. ജ്വല്ലറി ഒരു 10 പവൻ 20 പവനൊന്നും ഇട്ടുകൊണ്ട് ഇന്റർവ്യൂവിന് പോകാൻ പാടില്ല അല്ലേ. ഒരു ലൈറ്റ് ആയിട്ട് തന്നെ പോവുക. അതാണ് അവർക്ക് ആ ഒരു എന്താ നമ്മൾ പറയില്ലേ, പ്രത്യക്ഷത്തിൽ കാഴ്ച തന്നെ അവർ നല്ലൊരു ലുക്കായിരിക്കണം. എന്നാൽ ഇങ്ങനെ ഒരുപാട് ആഡംബരങ്ങൾ കാണിച്ച് അങ്ങനെയൊന്നും പാടില്ല. പിന്നെ ഡ്രസ്സ് ധരിക്കുമ്പോഴാണെങ്കിലും ഒരുപാട് ഡാർക്ക് കളേഴ്സ് ക്ലോത്തുകൾ ഉപയോഗിക്കരുത്. പിന്നെ പെർഫ്യൂം ആണെങ്കിലും ഒരുപാട് പെർഫ്യൂം ഒക്കെ അടിച്ച് ഭയങ്കര എന്താ പറയാ ഹാർഡ് സ്മെൽ ആയിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ ധരിച്ച് ഉപയോഗിച്ചിട്ട് അങ്ങനെയൊന്നും ഇന്റർവ്യൂവിന് പോകാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ കാൻഡിഡേറ്റ്സ് ചെയ്യുന്നത് HR മാനേജറിനെ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാതിരിക്കാനുള്ള റീസൺസ് ആണ് കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ അതിനകത്ത്. ഇനി അടുത്ത നോക്കിയേ. പിന്നെ രണ്ടാമത്തെ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തിട്ടോ. രണ്ടല്ല, മൂന്നാമത്തെ. Wearing heavy makeup, jewelry, neon colors clothes, had smelling perfumes can give reasons to HR manager for not selecting the candidates. Candidatesനെ സെലക്ട് ചെയ്യാതിരിക്കാനുള്ള കാരണമാണത്. ഇനി അടുത്ത് നോക്കിയാൽ ഗെറ്റിംഗ് പേഴ്സണൽ. ഒരുപാട് നമ്മളെ വ്യക്തിപരമാകാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് ചെന്നിട്ട് ഒരു ഇന്റർവ്യൂവറിനോട് സംസാരിക്കാൻ പറ്റുമോ? അതാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരുപാട് അവിടെ ഷെയർ ചെയ്യാനൊന്നും പാടില്ല. ഗെറ്റിംഗ് അധികം പേഴ്സണൽ ആവാൻ പാടില്ല. Upon asking questions, the candidates must answer in a general manner without getting too personal about it. ഇനിയിപ്പോ ഇന്റർവ്യൂവർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന രീതിയിൽ, നമ്മുടെ റിലേറ്റീവ്സിനോട് സംസാരിക്കുന്ന രീതിയിൽ ഒരുപാട് ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ? നമുക്കറിയാം ഇന്റർവ്യൂവർ ആണ്, നമ്മുടെ ഒരു ഹെഡ് ആണ്. ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മൾ എന്റെ തോളത്ത് കൈയിട്ടും ഒക്കെ ചെന്ന് അടുത്തിരുന്നും ഒക്കെ സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ അവിടെ സംസാരിക്കാൻ പാടില്ല. അതാണ് ഒരുപാട് പേഴ്സണൽ ആവാൻ പാടില്ല എന്ന്.
Then also he or she should not share a large amount of personal information with the interviewer. പിന്നെ അതുകൂടാതെ നമ്മൾ എന്താണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങളില്ലേ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങള്, നമ്മുടെ കാര്യങ്ങള്, ഇങ്ങനെയുള്ളതൊന്നും വലിയ തോതിലൊന്നും ഇന്റർവ്യൂവറിനോട് ഷെയർ ചെയ്യാൻ പാടില്ല. അവർക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങൾ മാത്രം, അവർ ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അങ്ങനെ അവർ ചോദിക്കുന്നത് ലിമിറ്റഡ് ആണ് അവിടെ. അല്ലാതെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും നമ്മൾ അവിടെ ഷെയർ ചെയ്യാൻ പാടില്ല, ഇന്റർവ്യൂവറിനോട് ഷെയർ ചെയ്യാൻ പാടില്ല. ഓൾസോ he or she should not share a large amount of personal information with the interviewer. ഇന്റർവ്യൂവറിനോട് നമ്മൾ ഒരുപാട് പേഴ്സണൽ ഇൻഫർമേഷൻസ് ഇതൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല. ഇനി അടുത്തതാണ് ഫിജറ്റിംഗ്. അസ്വസ്ഥത എന്നുള്ള കേട്ടോ മീനിങ് ഫിജറ്റിംഗ്. അസ്വസ്ഥതയായിട്ട് ഇരിക്കാൻ പാടില്ല, ഒരുപാട് ടെൻഷനൊക്കെ അടിച്ച് അങ്ങനെ ആ ഒരു ഇത് പാടില്ല. Fidgeting has the potential to snatch the chances of being selected. നമുക്ക് എന്താണ് ഈ ഇങ്ങനെ ഒരു അസ്വസ്ഥതമായിട്ട് ഇരിക്കുക എന്നുള്ളതേ നമുക്ക് ഈ നമ്മുടെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിനെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. സ്നാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എന്താ പറയാ കവർന്നെടുക്കുക, തട്ടി എടുക്കുക എന്നുള്ളതാണ്. സെലക്ഷനെ തട്ടിയെടുക്കുന്ന, അതായത് സെലക്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമാണ് ഉദ്ദേശിക്കുന്നത്. Nevertheless, worries, anxieties, etc. പിന്നെ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങള്, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഇന്റർവ്യൂവില് നമ്മൾ സങ്കടപ്പെട്ടിരിക്കാൻ പാടില്ല. അതേപോലെ ഉത്കണ്ഠ, നമുക്ക് അതുപോലെ ടെൻഷൻ, ഇതൊന്നും നമുക്ക് അവിടെ എന്താ ചെയ്യാൻ പാടില്ല. ആർ കോമൺ. പക്ഷെ അതെല്ലാനും എന്താണ് ആർ വെരി കോമൺ ഇൻ എനി ഇന്റർവ്യൂസ്. ഇന്റർവ്യൂവിൽ സാധാരണ കോമണാ. നമ്മളിപ്പോ ഫസ്റ്റ് ടൈം ഒക്കെ പ്രത്യേകിച്ചും ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോ നമുക്ക് ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ, ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും എന്താണ് ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, എന്തൊക്കെയാ ചോദിക്കാല്ലേ, എങ്ങനെ നമ്മൾ അവിടെ പെരുമാറണം എന്നതിനെ കുറിച്ചൊക്കെ. കുറച്ച് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത ഒരാള് ഓക്കെ കൂളായി അല്ലെ, നമുക്കത് അറിയാം, ഇങ്ങനെയാണ് പ്രൊസീജിയർ എന്നൊക്കെ ഉള്ളത് അറിയാം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതാട്ടോ, ഫസ്റ്റ് ടൈം ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പൊ അതൊക്കെ നമുക്ക് എന്താ സെലക്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു റീസൺസ് ആണ്. അത് സാധാരണ ഇന്റർവ്യൂവിൽ കോമൺ ആയിട്ട് ഇങ്ങനെ ഉണ്ടാകാം. പക്ഷെ അതിനെ എന്ത് ചെയ്യുന്നു, നമുക്ക് ആ സെലക്ഷനെ കവർന്നെടുക്കുന്ന കാര്യം. ബട്ട് ഫിജറ്റിംഗ് ക്യാൻ ക്രിയേറ്റ് മോർ പ്രോബ്ലംസ്. അപ്പൊ അങ്ങനെ അസ്വസ്ഥരായിട്ടിരിക്കുന്നത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് 26% ഓഫ് ഇന്റർവ്യൂവർ ഡു നോട്ട് സെലക്ട് കാൻഡിഡേറ്റ്സ് വിത്ത് ഫിജറ്റിംഗ്. ഉണ്ടോ, 26% ഇന്റർവ്യൂവേഴ്സും അങ്ങനെ അസ്വസ്ഥരായിരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നില്ല, ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇത് നോക്കുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് 26% ഓഫ് ദ ഇന്റർവ്യൂവേഴ്സ് ഡു നോട്ട് സെലക്ട് കാൻഡിഡേറ്റ്സ് ഫോർ ഫിജറ്റിംഗ്. അതായത് അസ്വസ്ഥരായിരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ 26% ഇന്റർവ്യൂവറും എന്താ പറയാ സെലക്ട് ചെയ്യുന്നില്ല. Do not select the candidates. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നില്ല. അതായത് ഇന്റർവ്യൂവിനെ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ച്, നമ്മൾ വിഷമിച്ച്, അങ്ങനെ നമ്മളെപ്പോഴും കൂളായിട്ട് തന്നെ ഇരിക്കുക അല്ലെ, നല്ലൊരു പോസിറ്റീവായിട്ട് ഇരിക്കുക, നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുക. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെയാണ് എന്താണ് ഇന്റർവ്യൂവർ സെലക്ട് ചെയ്യുന്നത് അല്ലെ. കാര്യങ്ങളൊക്കെ ഓടിപ്പിടിച്ച് ചെയ്യാനും എല്ലാ കമ്പനിയിലും ഇപ്പൊ നമ്മൾ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ സെലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ജോബിലേക്കൊക്കെ കയറി കഴിയുമ്പോൾ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, അതിന് എബിലിറ്റി ഉള്ളവരെയും കൂടിയല്ലേ എടുക്കുള്ളൂ. വിഷമിച്ച് മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ അത്ര ആക്റ്റീവ് അല്ലാത്തവരൊന്നും അധികം അവിടെ സെലക്ട് ചെയ്യില്ല. ഓക്കെ, ഇനി അടുത്തതാണ് ലൈയിങ്. നുണ പറയാൻ പാടില്ല. ഇതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാട്ടോ. ലൈയിങ്, നുണ പറയാൻ പാടില്ല. The candidates must never lies in an interview. ഇന്റർവ്യൂവില് ഒരു നുണയൊന്നും പറയാൻ പാടില്ല. Many people think that giving false information about the job history or educational background is an excellent way to impress the HR manager.
മിക്ക കാൻഡിഡേറ്റ്സും ഉണ്ടല്ലോ ചിന്തിക്കുന്ന ഒരു തെറ്റായിട്ടുള്ള ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്റർവ്യൂവിന് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോബ് ഹിസ്റ്ററി, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇതിനെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ HR മാനേജറെ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റുമെന്ന് പല ആളുകളും ചിന്തിക്കുന്നു. അതായത് ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് ഇപ്പൊ ഇന്റർവ്യൂല് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ശരിക്കും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഞാനൊരു 5 വർഷം എന്ന് കള്ളം പറയാം എനിക്ക്. അപ്പൊ ആ കള്ളം പറഞ്ഞ 5 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അവര് വിചാരിക്കുന്നത് എന്താണ്, അവിടെ നമ്മുടെ HR മാനേജർ ഇന്റർവ്യൂവിന് അവര് ഇംപ്രസ് ആവും, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നല്ലേ നമ്മൾ കള്ളം പറയുകയാണെങ്കിൽ. ശരിക്കും ചിലപ്പോ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും, അവര് ആ ജോലി കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ അവിടെ കള്ളം പറയാം. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യരുത്. എന്തുകൊണ്ടാ? However, such false information can get the candidates in big problems as the HR manager have all the required information with him they can verify at any point of time. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ ഇന്റർവ്യൂവിന്റെ സമയത്ത് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകി കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും, വലിയ പ്രശ്നത്തിന് കാരണമാകും. എന്താ കാര്യം? HR മാനേജറിനെ അവിടെ എന്താണ് ആ HR മാനേജറിന്റെ കയ്യില് അതിന്റെ കറക്റ്റ് പ്രൂഫ് ഉണ്ട്. അവിടെ ഇപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കയറി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവിടെ കാണിക്കണ്ടേ? വെറുതെ വായും കൊണ്ട് പറഞ്ഞാൽ പോരല്ലോ. അപ്പൊ ഏതെങ്കിലും സമയത്ത് ആ HR മാനേജർ അത് വെരിഫൈ ചെയ്യുകയാണെങ്കിൽ നോക്കും എക്സ്പീരിയൻസ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്, നോക്കി കഴിയുമ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല, അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നുണയൊന്നും പറയാൻ പാടില്ല, നമ്മൾ സത്യമായിട്ട് ഉള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു അങ്ങനെയുള്ള തെറ്റായ വിവരങ്ങൾ കാൻഡിഡേറ്റ്സ് നൽകുന്നത്, കാൻഡിഡേറ്റ്സ് ഇന്റർവ്യൂവറിന് കൊടുക്കുന്നത് എന്താ വലിയ പ്രശ്നത്തിലേക്ക് കാരണമാകും, വലിയ പ്രശ്നത്തിന് കാരണമാകും. എന്തുകൊണ്ടാ? HR മാനേജർ ചില സമയത്ത് അത് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്യുമ്പോൾ അയാൾക്ക് മനസ്സിലാവുമല്ലോ തെറ്റായിട്ടുള്ള കാര്യം പറഞ്ഞില്ല. ഈവൻ ഇഫ് ദ കാൻഡിഡേറ്റ്സ് ആർ ചൂസൺ ബേസ്ഡ് ഓൺ സച്ച് ലൈൻസ്. അപ്പൊ അങ്ങനെ ആ നുണ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ can destroy the reputation and the job opportunity of the candidates in the future. ആ കാൻഡിഡേറ്റ്സിന്റെ പ്രശസ്തി, ജോബ് ഓപ്പർച്യൂണിറ്റി ഇതെല്ലാം ഡിസ്ട്രോയ്, അതിനൊക്കെ നാശം വരാം. പിന്നെ അയാൾ അവിടെ ഇരുത്തോ? HR മാനേജർ ഇരുത്തോ? നുണ പറഞ്ഞു കയറി കഴിഞ്ഞാ? അപ്പൊ HR മാനേജർ അദ്ദേഹത്തിന്റെ സമയം കിട്ടുമ്പോൾ അത് വെരിഫൈ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാൻഡിഡേറ്റ്സിന്റെ ആ ഒരു റെപ്യൂട്ടേഷൻ, പ്രശസ്തി അല്ലെ, നമുക്കൊരു മതിപ്പ് ഉണ്ടാവുമല്ലോ. ആ നല്ല ആളാണോ, ഓക്കെയാണ്, നല്ലതാണെന്നുള്ളൊരു ഇതുണ്ടാവില്ല, അത് പോകൂലേ നുണ പറഞ്ഞു കയറി കഴിയുമ്പോ? റെപ്യൂട്ടേഷൻ പോവും. പിന്നെ അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റി, പിന്നെ അവിടെ ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കോ? സമ്മതിക്കോ? നുണ പറഞ്ഞു കയറി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഫ്യൂച്ചറിലേക്ക് കാൻഡിഡേറ്റ്സിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? എന്ത് പറഞ്ഞത്? ഇന്റർവ്യൂവിന് ഒരിക്കലും നുണ പറയാൻ പാടില്ല. ചില കാൻഡിഡേറ്റ്സ് വിചാരിക്കുന്നുണ്ട് എന്താ, തെറ്റായിട്ടുള്ള വിവരങ്ങൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കില്ലാത്ത, ഇപ്പൊ നമ്മള് ചിലപ്പോ BCom വരെ പഠിച്ചോളൂ, MCom എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ കയറാം. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ തെറ്റായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുന്നതിന് HR മാനേജർ എന്താ കൂടുതൽ ഇംപ്രസ് ആകും എന്നുള്ളത് ചില കാൻഡിഡേറ്റ്സ് ചിന്തിക്കുന്നുണ്ട്. അവർക്കുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്ററി ഇതുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ചിലപ്പോ എന്താ ഈ HR മാനേജർ അതിന് ഇംപ്രസ് ആവുമെന്ന് ചില കാൻഡിഡേറ്റ്സ് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ തെറ്റായ വിവരങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ കാൻഡിഡേറ്റ്സ് എന്താ വലിയ പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടും. ആ HR മാനേജർ അത് വെരിഫൈ ചെയ്യുന്ന സമയമില്ലേ, അപ്പൊ വെരിഫൈ ചെയ്യുമ്പോൾ അവന് ആ സ്കിൽസ്, ആ ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ ആ ഒരു റെപ്യൂട്ടേഷൻ, പ്രശസ്തി പോകും, അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഒരു മതിപ്പ് അത് പോകും. പിന്നെ അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ആ ജോബ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തതാണ് ബാഡ് മൗത്തിങ് എ ഫോർമർ എംപ്ലോയർ. ഫോർമർ എംപ്ലോയർ എന്ന് പറഞ്ഞാൽ മുമ്പുള്ള, ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്ന അവിടുത്തെ എംപ്ലോയർ ഇല്ലേ, അതാണ് ഫോർമർ എംപ്ലോയർ, മുമ്പുള്ള എംപ്ലോയർ. അതായത് ആ കാൻഡിഡേറ്റ്സ് നേരത്തെ ജോലി ചെയ്ത സ്ഥാപനം, അവിടുത്തെ എംപ്ലോയർ, അദ്ദേഹത്തെ കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. ബാഡ് മൗത്തിങ് എ ഫോർമർ
employer. അത് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ചെയ്യാൻ പാടില്ല. ഈ കാര്യം ചെയ്യാൻ പാടില്ല. The interviewee should not say negative thing or share grievance related to his or her previous employers. Previous employer-ന് ഒരു തെറ്റായിട്ടുള്ള ഒരു previous employer-നെ കുറിച്ച് ഒരു പരാതികളോ അത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും പറയാൻ പാടില്ല. It creates a negative impression in front of the interviewer. അപ്പൊ അങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇന്റർവ്യൂവറിന്റെ മുന്നിൽ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഇംപ്രഷൻ ഉണ്ടാവും അല്ലെ? നമ്മൾ ഇന്റർവ്യൂവിന് ചെന്നിരുന്നപ്പോ നമ്മുടെ മുന്നിലുള്ള എംപ്ലോയറിനെ കുറിച്ച് കുറ്റം പറയുന്നത് നല്ല കാര്യമാണോ? ഇല്ല. അപ്പൊ ഇന്റർവ്യൂവറിന് അത് ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കും. ഈ കുട്ടി എന്താ ഇരുന്ന് പറയുന്നത്, അല്ലെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാ, ആ ഒരു മൈൻഡ് വരും. അപ്പൊ ഒരു തെറ്റായിട്ടുള്ള ഇംപ്രഷൻ ആ ഇന്റർവ്യൂവറിന്റെ മുന്നിൽ ഉണ്ടാവും. Then instead the candidate should reply in a calm and positive manner if asked about the past employer. അപ്പൊ ഇനിയിപ്പോ നമ്മൾ മുന്നെവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്, അവിടുത്തെ എംപ്ലോയർ എങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വേണം മറുപടി പറയാനായിട്ട്? The candidate should reply in a calm ആയിട്ട്, ശാന്തമായിട്ട്, ഒരു പോസിറ്റീവ് മാനർ, പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വേണം candidates reply ചെയ്യാൻ. If asked about the past employer, past employer-നെ കുറിച്ച് ചോദിക്കുമ്പോൾ എങ്ങനെ പറയണം? calm and positive manner, ശാന്തമായിട്ടും ഒരു നല്ല രീതിയിൽ, അവരെ നല്ല രീതിയിൽ അവർക്കൊരു റെസ്പെക്ട് കൊടുക്കുന്ന രീതിയിൽ വേണം ആ ഫോർമർ എംപ്ലോയറിനെ കുറിച്ച് പറയാനായിട്ട്. ക്ലിയർ ആയോ? ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് അതില് the candidate should reply in a calm and a positive manner if asked about the past employer. Past employer-നെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ശാന്തമായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വേണം സംസാരിക്കാൻ. ഇനി ആഡിങ് ഫില്ലർ ഫ്രേസസ്. ഫില്ലർ ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫില്ലർ ഫ്രേസ് നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മളോട് ചോദിക്കുമ്പോ എസ് ഓർ നോ എന്നല്ലാതെ പറയൂലേ നമ്മള്. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഒന്നില്ലെങ്കിൽ എസ് എന്ന് പറയാം, അല്ലെങ്കിൽ നോ എന്ന് പറയാം. ചിലര് പറയും അല്ലെ ഇങ്ങനെ ഒരു ഇത് പറയൂലേ, എന്നൊക്കെ പറയൂലേ. നിങ്ങൾ അവിടെ പോയോ? അത് കറക്റ്റ് നമ്മൾ പറയാതെ ഈ മുക്കി മൂടിയൊക്കെ പറയൂലേ, അതാണ് ഫില്ലർ ഫ്രേസ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് യൂസ് ഫില്ലർ ഫ്രേസസ് ലൈക്ക് ഓർ while they think of the answer. അപ്പൊ അതെന്താ കാണിക്കുന്നത്? എന്താ കാണിക്കുക? അവര് ആൻസർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആൻസർ അറിയാമെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ പറയൂലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആലോചിക്കണോലേക്ക് ഇരിക്കുമ്പോഴേ അപ്പൊ എന്താണ് ചിന്തിക്കുന്നത്? അവിടെ ആ ഫില്ലർ ഫ്രേസുകൾ ഉപയോഗിക്കുന്നത് കാൻഡിഡേറ്റ്സ് ആൻസർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. ദിസ് ഷുഡ് സിംപ്ലി ബി അവോയ്ഡഡ് ആസ് ഇറ്റ് ക്രിയേറ്റ് എ റിഫ്ലക്ഷൻ ദാറ്റ് കാൻഡിഡേറ്റ്സ് ഡസ് നോട്ട് നോ ദ ആൻസർ. കാൻഡിഡേറ്റ്സിന് ആ ക്വസ്റ്റ്യന്റെ ആൻസർ അറിയില്ല അല്ലെ? അതാണ് അതിനെ പ്രതിഫലിപ്പിക്കുന്നത്. അപ്പൊ നമ്മളത് തീർച്ചയായിട്ടും ഒഴിവാക്കണം. അല്ലെങ്കിൽ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്, ആൻസർ അറിയില്ല എന്നുള്ളതൊക്കെയാണ് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ ഫില്ലർ ഫ്രേസുകൾ ഉപയോഗിക്കാൻ പാടില്ല. അത് ഇന്റർവ്യൂവില് നമ്മൾ അപ്പാടെ ഒഴിവാക്കണം. എന്തുകൊണ്ടാ പറയുന്നത്? ഒന്നില്ലെങ്കിൽ നമുക്ക് ആൻസർ അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ആൻസർ എന്താന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റൊക്കെയാണ് ലീവിംഗ് ദ ഫോൺ ഓൺ. ഫോണ് ഓണിലാക്കാൻ പാടില്ല, ഫോണ് ഓൺ ആക്കിയിടാൻ പാടില്ല. ഇന്റർവ്യൂവിന് പോകുമ്പോഴേ നമ്മൾ ഫോണ് ഓൺ ആക്കിയൊന്നും വെക്കാൻ പാടില്ല. Phone ringing in the interview room or receiving a call during an interview is the worst cases scenario for an interview. എന്താ മോശമായിട്ടുള്ള കാര്യമാണ് അല്ലെ? ഈ എന്താ പറയാ, നമ്മള് ആ ഇന്റർവ്യൂ റൂമില് ഫോൺ അടിക്കുന്നത്, നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ നമ്മുടെ ഫോൺ കോള് ബെല്ലടിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ ഫോൺ റിസീവ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് എന്താണ് ഒരു മോശപ്പെട്ട കാര്യമാണ്. ഇന്റർവ്യൂവില് ഒരു കാൻഡിഡേറ്റ്സിന്റെ ഒരു മോശം കാര്യമാണ് കാണിക്കുന്നത്. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് തിങ് ദാറ്റ് ദ HR മാനേജർ വാണ്ട്സ് ടു സീ ദ കാൻഡിഡേറ്റ്സ്. Then the candidate should never leave their phone in ringing or vibrating mode during an interview. ആ ലാസ്റ്റ് സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. It is the last thing that the HR manager want to see in the candidates. ഇത് കാൻഡിഡേറ്റ്സിൽ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്.
കാൻഡിഡേറ്റ്സില് കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ഫോൺ ഓൺ ആക്കി ഇടുക എന്ന് പറയുന്നത്. ഇന്റർവ്യൂവിന്റെ ഇടയിലേ ഫോൺ ഓൺ ആക്കി ഇടുക, ഫോൺ റിങ് ചെയ്യുക എന്നൊക്കെയുള്ളത്. The candidate should never leave their phone in a ringing. റിംഗിങ്ങിലാക്കി വെക്കാൻ പാടില്ല. or vibrating. വൈബ്രേഷൻ ഇട്ടാലോ സൗണ്ട് ഉണ്ടാവില്ലേ? ഇപ്പൊ ടേബിളിന്റെ മുകളിൽ ഫോൺ വെച്ച് വൈബ്രേഷൻ അടിക്കുമ്പോഴും ആ ഇന്റർവ്യൂവിന്റെ ഇടയ്ക്കാകുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് വരൂലേ? അപ്പൊ അങ്ങനെയൊന്നും ഇടാൻ പാടില്ല ഡ്യൂറിങ് ആൻ ഇന്റർവ്യൂ. മാക്സിമം നമ്മൾ സ്വിച്ച് ഓഫ് തന്നെ ചെയ്ത് വെക്കുക. കുറച്ച് സമയത്തേക്കുള്ള കാര്യമുള്ളൂ. 10 മിനിറ്റോ 15 മിനിറ്റോ ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പൊ ഇന്റർവ്യൂവിന് കയറുന്ന സമയത്ത് ഫോൺ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് കയറുക, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം ഫോൺ ഓൺ ആക്കുക. നമ്മള് ഫോൺ ഓൺ ആക്കിയോ അത് വൈബ്രേഷൻ മോഡിലൊന്നും ഇട്ടുകൊണ്ട് ഇന്റർവ്യൂവിന് പോകരുത്. ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. The candidate should never leave their phone in a ringing ചെയ്യാൻ പാടില്ല or vibrating mode during an interview. Clear ആയോ? ഇന്റർവ്യൂവിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള്, അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിച്ചതിന്റെ ഒപ്പം തന്നെ ചെയ്യാൻ പറ്റാത്തത് കൂടി മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വേണം. ഇതൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ എന്താ പറഞ്ഞത്? കാഷ്വൽ ആയിട്ടുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല, അല്ലെ? സാധാരണ വസ്ത്രം ധരിക്കാൻ പാടില്ല. പിന്നെ ഇന്റർവ്യൂവിന്റെ പേഴ്സണൽ സ്പേസിനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ സപ്പോർട്ട് സ്റ്റാഫിനോട് ഒരു മോശമായിട്ടൊന്നും പെരുമാറാൻ പാടില്ല. തെറ്റായ കാരണങ്ങളിൽ നിൽക്കാൻ പാടില്ല. പിന്നെ സാധാരണ രീതിയിൽ നോർമൽ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കണം. പിന്നെ അതായത് അവിടെ നമ്മൾ പറഞ്ഞ ജ്വല്ലറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്തത് ഗെറ്റിംഗ് പേഴ്സണൽ. നമ്മൾ അധികം പേഴ്സണൽ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പോയി സംസാരിക്കുന്ന രീതിയിൽ അങ്ങനെ ആവാൻ പാടില്ല. പിന്നെ അസ്വസ്ഥരായിട്ട് ഇരിക്കാൻ പാടില്ല. പിന്നെ അടുത്തതാണ് എല്ലാവരും ഇന്നൂടെ പറയാൻ പാടില്ല. പിന്നെ അടുത്തത് നമ്മുടെ ഫോർമർ എംപ്ലോയറിനോട് ബാഡ് മൗത്തിങ്, അദ്ദേഹത്തെ കുറിച്ച് മോശം വാക്കുകളൊന്നും ഇന്റർവ്യൂവിന് പറയാൻ പാടില്ല. ഫില്ലർ ഫേസുകളും മുക്കി മൂളിയൊക്കെ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കരുത്. പിന്നെ നമ്മുടെ ഫോണ് ഓൺ ആക്കി വെക്കരുത്. ക്ലിയർ ആയല്ലോ അല്ലെ? ആർക്കെങ്കിലും സംശയമുണ്ടോ ഒരു ഇന്റർവ്യൂവിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള്? ഓക്കെയാണ്. അപ്പോൾ എക്സാമിന് നിങ്ങൾ ഇവിടം വരെ പഠിച്ചാൽ മതി കേട്ടോ. ഇത്രയും പഠിച്ചാൽ മതി. ഇനി എടുക്കുന്നത് വേണ്ട. ഇവിടെ വരെ ഇന്റർവ്യൂവിന് നമ്മൾ ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. ഇവിടെ വരെ എക്സാമിന് പഠിക്കാം. ക്ലിയർ അല്ലേ? ഇനി സംശയമൊന്നുമില്ലല്ലോ. ഇന്നെടുത്തതില് ഇവിടെ വരേക്കും നിങ്ങൾ എക്സാമിന് പഠിക്കാം. ഡോൺസ് എന്നുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ, മെറിറ്റ്സ് ഓഫ് ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് ഇന്റർവ്യൂ കൊണ്ടുള്ള ഗുണങ്ങൾ? ഇന്റർവ്യൂ ഈസ് അഡ്വാൻറ്റേജസ് ഫോർ ബോത്ത് ദ എംപ്ലോയർ ആൻഡ് ദ ജോബ് സീക്കേഴ്സ് ഇൻ ദ ഫോളോയിങ് വേ. ഇന്റർവ്യൂ അഡ്വാൻറ്റേജ് ആണെന്ന് രണ്ടുപേർക്കും, എംപ്ലോയറിനും ജോബ് സീക്കേഴ്സ്. ജോബ് സീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ജോലി അന്വേഷിക്കുന്നവര്. ജോലി അന്വേഷിക്കുന്നവർക്കും എംപ്ലോയറിനും രണ്ടുപേർക്കും ഇന്റർവ്യൂ അഡ്വാൻറ്റേജ് ആണ്, പ്രയോജനപ്രദമാണ്. അത് ഏതൊക്കെ രീതിയിലാ? എംപ്ലോയറിന് എങ്ങനെയൊക്കെയാണ് ഇന്റർവ്യൂ പ്രയോജനപ്രദമാകുന്നത്? employer. The advantages of interview for employer as the follows. ഒരു ഇന്റർവ്യൂ കൊണ്ട് എംപ്ലോയറിന് എന്തൊക്കെ ഗുണങ്ങളാണ്? ഒന്നാമത്തെ നോക്കിയേ, പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ജോബ് സീക്കിംഗ് കാൻഡിഡേറ്റ്സ്. ഒന്നാമത്തെ എന്താ? ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സ്. ജോബ് സീക്കിംഗ് എന്ന് പറഞ്ഞാൽ ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഉണ്ടോ? അതായത് ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടും ഇന്റർവ്യൂവിലൂടെ. Okay. An interview helps an employer in gathering complete information about the candidates looking for the job. ആ ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ എംപ്ലോയറിന് ഇന്റർവ്യൂവിലൂടെ പറ്റും. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടുക. An interview obtain information about an individual pertaining to his cultural and educational background, work experience, intelligence quotient, communication skills, personality type, interest, social behavior, etc. ഇനി ഇന്റർവ്യൂവിലൂടെ നമുക്ക് എന്തൊക്കെ കിട്ടും? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്.
ഒരു കാൻഡിഡേറ്റ്സുമായി ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സിന്റെ എഡ്യൂക്കേഷണൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ്, ഒരു വർക്ക് എക്സ്പീരിയൻസ്, ഇന്റലിജന്റ് ക്വോഷ്യൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പേഴ്സണാലിറ്റി ടൈപ്പ്, ഇൻട്രസ്റ്റ്, അവരുടെ താല്പര്യം, സോഷ്യൽ ബിഹേവിയർ തുടങ്ങിയ കാര്യങ്ങൾ, തുടങ്ങിയ വിവരങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങള് ഒരു ഇന്റർവ്യൂവറിന് ഇന്റർവ്യൂവിലൂടെ നേടാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തെ കാര്യം കേട്ടോ. ഇതൊക്കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങള് ഇന്റർവ്യൂവറിന് ഇന്റർവ്യൂവിലൂടെ നേടാൻ പറ്റും. കാൻഡിഡേറ്റ്സിന്റെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. രണ്ടാമത് ഹെൽപ് ടു സെലക്ട് എ റൈറ്റ് കാൻഡിഡേറ്റ്സ്. ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് സഹായിക്കുന്നു. ഹെൽപ് ടു സെലക്ട് എ റൈറ്റ് കാൻഡിഡേറ്റ്സ്. ആ ഇന്റർവ്യൂ ഫെസിലിറ്റേറ്റ് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ദ ഇന്റർവ്യൂവർ വിത്ത് ദ കാൻഡിഡേറ്റ്സ്. ഇന്റർവ്യൂ എന്തിനുള്ള സൗകര്യം ഒരുക്കുന്നു? ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ. ഇന്റർവ്യൂവറും കാൻഡിഡേറ്റ്സും തമ്മിലുള്ള ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, അതിനുള്ള സൗകര്യം ഇന്റർവ്യൂവിലൂടെ ലഭിക്കും. Thus, an interviewer can make an accurate decision about the selection or rejection of the candidates. ഇന്റർവ്യൂവറിന് എന്ത് ഉണ്ടാക്കാൻ പറ്റും? കൃത്യമായിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള തീരുമാനം, ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ള കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റും. Interviewer can make accurate decision about the selection or rejection of the candidates. A personal interview is the best option to used by the interviewer while selecting the right person for the right job. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? നമുക്കിനി പഠിക്കാനുണ്ട് കേട്ടോ. പേഴ്സണൽ ഇന്റർവ്യൂ. Personal interview is the best option is used to interviewer while selecting the right person to the right job. ശരിയായ ജോലിക്ക് ശരിയായ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷൻ ആണ് ഇന്റർവ്യൂവറിന് ഇത് പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ. പേഴ്സണൽ ഇന്റർവ്യൂ. പേഴ്സണൽ ഇന്റർവ്യൂ. ഇനി അടുത്ത് നോക്കിയേ. Improve goodwill of the employers. എംപ്ലോയറിന്റെ സൽകീർത്തി ഇംപ്രൂവ് ചെയ്യാൻ, മെച്ചപ്പെടുത്താനും ഇന്റർവ്യൂവിലൂടെ പറ്റും. An interview act as a public relation tool. ഇന്റർവ്യൂ ഒരു പബ്ലിക് റിലേഷൻ ടൂൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. An interview must be administered properly in a congenial environment. എങ്ങനെയായിരിക്കണം? ഒരു സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷത്തിലായിരിക്കണം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്, നടത്താനായിട്ട്. കൃത്യമായിട്ട് ഒരു സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തില്, സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിന് വേണം ഇന്റർവ്യൂ നടത്താൻ. അണ്ടർലൈൻ ചെയ്തോട്ടോ. Congenial environment. The candidates called for an interview should be dealt with dignity and respect. ഈ ഇന്റർവ്യൂവിന് എന്താ പറയുക, ഇന്റർവ്യൂവിന് വിളിക്കുന്ന കാൻഡിഡേറ്റ്സ് ഇല്ലേ, കാൻഡിഡേറ്റ്സിനോട് എങ്ങനെ വേണോ പെരുമാറാനായിട്ട് ഇന്റർവ്യൂല് അവരോട് നല്ലൊരു റെസ്പെക്ട്, ബഹുമാനത്തോടു കൂടിയും ഡിഗ്നിറ്റി, അവരുടെ അന്തസ് കീപ്പ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു അന്തസ്സോടും കൂടിയും വേണം ഈ കാൻഡിഡേറ്റ്സിനോട് പെരുമാറാൻ. അണ്ടർലൈൻ ചെയ്തോട്ടോ. ആ ഇന്റർവ്യൂവിന് വിളിക്കുന്ന കാൻഡിഡേറ്റ്സ് ഇല്ലേ, അവരോട് നല്ലൊരു അന്തസ്സോടു കൂടി നല്ലൊരു ബഹുമാനത്തോടു കൂടി വേണം അവരെ ഡീൽ ചെയ്യാനായിട്ട്. മാന്യമായും അവരോട് പെരുമാറണം. There should be an effort towards making the candidates feel happy about the employer. അല്ലെ, അപ്പൊ അങ്ങനെ നല്ലൊരു റെസ്പെക്ട് എന്ന് നല്ലൊരു അന്തസ്സോടു കൂടി അല്ലെ മാന്യമായിട്ടൊക്കെ പെരുമാറുമ്പോൾ എന്ത് ചെയ്യുന്നു, കാൻഡിഡേറ്റ്സിന് ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അല്ലെ, ദേഷ്യപ്പെട്ടാൽ അങ്ങനെയൊക്കെ പറയുന്നതാണോ നല്ല? നമ്മളൊരു കുറച്ചും കൂടി ഒരു സൗഹൃദപരമായിട്ടുള്ള രീതിയിൽ നമ്മളെ ഒരു റെസ്പെക്ട് തരുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ കാൻഡിഡേറ്റ്സിന് സ്വാഭാവികമായിട്ടും എന്തുണ്ടാകാം, നല്ലൊരു സന്തോഷം ഉണ്ടാകാം. ആരോട്? എംപ്ലോയറിനോട് ഒരു മതിപ്പ് തോന്നും. കൊള്ളാലോ, നമ്മുടെ മനസ്സിൽ തോന്നും. There should be an effort towards making the candidates feel happy about the employer, that irrespective of being selected or rejected. അപ്പൊ അവര് സെലക്ട് ചെയ്താലും അല്ലെങ്കിൽ റിജക്ട് ചെയ്താലും നല്ലൊരു രീതിയിൽ നമ്മളോട് പെരുമാറുമ്പോൾ ആ എംപ്ലോയറിനെ കുറിച്ച് കാൻഡിഡേറ്റ്സിന് നല്ലൊരു സന്തോഷം ഉണ്ടാവും, അല്ലെ, നല്ലൊരു മതിപ്പുണ്ടാക്കും.
This will enhance the employer image. അപ്പൊ അങ്ങനെ വരുമ്പോൾ എംപ്ലോയറിന്റെ ഇമേജ് മെച്ചപ്പെടുത്താൻ, എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ എംപ്ലോയറിന്റെ ഇമേജ് മെച്ചപ്പെടുത്താൻ കാരണമാകും. Thus a good interview section always add to the goodwill of the employer. അപ്പൊ നല്ലൊരു ഇന്റർവ്യൂ സെക്ഷൻ എന്ത് ചെയ്യുന്നു, ആ എംപ്ലോയറിന്റെ സൽകീർത്തി മെച്ചപ്പെടുത്താനുള്ള ഒരു മാർഗം കൂടിയാണ്. ഓക്കെ, Thus a good interview section always add to a goodwill of the employer. എംപ്ലോയറിന്റെ ഒരു സൽകീർത്തി മെച്ചപ്പെടുത്താനുള്ള കാര്യം കൂടിയാണ് നല്ലൊരു ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ എംപ്ലോയറിന് ഇന്റർവ്യൂവിലൂടെ എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത്? ഈ നമ്മുടെ കാൻഡിഡേറ്റ്സിനെ കുറിക്കുന്ന എല്ലാ വിവരങ്ങളും, അല്ലെ, കാൻഡിഡേറ്റ്സിനെ കുറിക്കുന്ന കംപ്ലീറ്റ് ഇൻഫർമേഷൻ ശേഖരിക്കാൻ ഇന്റർവ്യൂയിലൂടെ പറ്റും. പിന്നെ ശരിയായ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എംപ്ലോയറിന്റെ ഗുഡ്വില്ല് ഇംപ്രൂവ് ചെയ്യാനും പറ്റും. പിന്നെ അടുത്ത് നോക്കിയ ഒരു കാര്യം കൂടി ഉണ്ട് അവിടെ. നാലാമത്തെ ഹെൽപ്സ് ഇൻ പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. പ്രൊമോഷൻ, ട്രാൻസ്ഫർ ഇതിനെല്ലാനും ഹെൽപ്പ് ചെയ്യും. Okay, an interview help an employer in assessing his staff to purpose of promotion or transfer, etc. അപ്പൊ ഇന്റർവ്യൂ നടത്തി കഴിയുമ്പോൾ നമുക്ക് അവരുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടുമല്ലോ, കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ അതനുസരിച്ച് ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും വേക്കൻസി വരികയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രൊമോഷൻ ഒക്കെ കൊടുക്കേണ്ടേ, ഹയർ ലെവലിലോ ഒരു വേക്കൻസി വരികയാണെങ്കിൽ ആ ഇന്റർവ്യൂക്ക് നമ്മൾ എന്താ പറയാ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പൊ അത് വെച്ചിട്ട് പ്രൊമോഷൻ വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ട്രാൻസ്ഫറിനും ഒക്കെ അവർക്ക് റെഫർ ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫറിനും ഒക്കെ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അവരെ സ്റ്റാഫിനെ അസസ് ചെയ്യാനായിട്ട്. അത് ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ. ഡാഷ് ഹെൽപ്പ് ആൻ എംപ്ലോയർ ഇൻ അസസിംഗ് ഹിസ് സ്റ്റാഫ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊമോഷൻ, ട്രാൻസ്ഫർ, എക്സെട്ര. ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ അല്ലേ 4 പോയിന്റ്സും? യെസ്. ഇനി ജോബ് സീക്കേഴ്സ്, ഇനി ജോലി അന്വേഷിക്കുന്നവര്, കാൻഡിഡേറ്റ്സിന് എന്തൊക്കെ ഗുണങ്ങളാണ് ഇന്റർവ്യൂയിലൂടെ കിട്ടുന്നത്? അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർവ്യൂ ഫോർ ജോബ് സീക്കേഴ്സ് ആർ ദ ഫോളോസ്. ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സിലെ അവർക്ക് ഇന്റർവ്യൂയിലൂടെ എന്തൊക്കെ അഡ്വാൻറ്റേജാ, നേട്ടങ്ങളാ ഉണ്ടാകുന്നത് നോക്കി. ഒന്നാമത് നോക്കി, പ്രൊവൈഡ്സ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഒരു തൊഴില് കിട്ടും, അല്ലെ? ആ ഇന്റർവ്യൂ നടത്തി കഴിയുമ്പോൾ നമുക്ക് ഒരു എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, തൊഴിലിനുള്ള ഒരു അവസരം കിട്ടുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. An interview helps the job seeker by providing an opportunity for employment. ഒരു ജോലിക്കുള്ള ഒരു അവസരം കിട്ടുന്നു. ജോലി അന്വേഷിച്ച കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ജോലി കിട്ടാനുള്ള ഒരു അവസരമാണ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട്. It aids a candidate in presenting and conveying his vision, beliefs and thoughts to the employer. പിന്നെ അതുപോലെ തന്നെ എന്തിനു സഹായിക്കുന്നു? കാൻഡിഡേറ്റ്സിന് അവരുടെ വിഷൻ, അവരുടെ കാഴ്ചപ്പാട്, ബിലീഫ്, വിശ്വാസങ്ങൾ, തോട്ട്സ്, ചിന്തകളൊക്കെ എംപ്ലോയറിന് മുന്നിൽ അറിയിക്കാനും, കൺവേ ചെയ്യാന്ന് വെച്ചാൽ അറിയിക്കുക. പ്രസന്റിങ് ആൻഡ് കൺവീനിങ്, അറിയിക്കാനും പ്രസന്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം, ഒരു എയ്ഡ് ആണെന്നാ പറഞ്ഞേക്കണേ. ഇറ്റ് എയ്ഡ്സ് എ കാൻഡിഡേറ്റ്സ് ഇൻ പ്രസന്റിങ് ആൻഡ് കൺവേയിങ് ഹിസ് വിഷൻ. ഇപ്പൊ കാൻഡിഡേറ്റ്സിന്റെ കാഴ്ചപ്പാടുകൾ, വിശ്വാസങ്ങൾ, ചിന്തകൾ ഇതൊക്കെ എംപ്ലോയറിന് അറിയിക്കാനുള്ള ഒരു എയ്ഡ്, ഒരു ടൂൾ കൂടിയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കി, helps candidates to accept or reject the job. Helps candidates to accept or reject the job. എന്തിനു സഹായിക്കുന്നു? കാൻഡിഡേറ്റ്സിന് ജോലി സ്വീകരിക്കാനോ റിജക്ട് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യും ഇന്റർവ്യൂ, അല്ലെ? ഇന്റർവ്യൂ നടത്തി കഴിയുമ്പോഴല്ല അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്റർവ്യൂവിലൂടെ കാൻഡിഡേറ്റ്സിന് ജോലി അക്സെപ്റ്റ് ചെയ്യാനോ റിജക്ട് ചെയ്യാനോ കഴിയുന്നു. ആ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഉണ്ട് ഇന്റർവ്യൂല്. ആ ഇന്റർവ്യൂ ഹെൽപ്സ് ദ കാൻഡിഡേറ്റ്സ് ബൈ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ പെർട്ടൈനിങ് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട് ടു ദ ജോബ് ആൻഡ് ദ എംപ്ലോയർ, ജോലിയും എംപ്ലോയറുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. ഡാഷ് ഹെൽപ്പ് എന്ന് അവിടെ ചോദിക്കാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. Dash help the candidates by providing information pertaining to the job and the employer. A candidates
is thus aware of the compensation, perks and allowance, working condition, job security, chances of promotion, transfer and other employment benefits. അപ്പൊ candidates ഇതിനെ കുറിച്ചൊക്കെ aware ആയിരിക്കണം. കമ്പനി കോമ്പൻസേഷൻ കാര്യങ്ങള്, പെർക്സ് എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങള്, കോമ്പൻസേഷൻ അത് കിട്ടുന്ന പ്രതിഫലം, ആനുകൂല്യങ്ങള്, അലവൻസുകള്, വർക്കിംഗ് കണ്ടീഷൻ, ജോബിന്റെ സുരക്ഷ, ചാൻസസ് ഓഫ് പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ, പ്രൊമോഷൻ ട്രാൻസ്ഫറിനുള്ള ചാൻസ് ആൻഡ് അതർ എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, മറ്റുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങള്. ഇഫ് എനി ഏതാണെങ്കിലും any interview provides an opportunity to candidates to clear all his or her doubts about the job. പിന്നെ എന്താ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ കാൻഡിഡേറ്റ്സിന് ആ ജോലിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ, അത് ക്ലിയർ ചെയ്യാനും ഈ ഇന്റർവ്യൂ ഒരു ഓപ്പർച്യൂണിറ്റി നൽകുന്നു. ഇന്റർവ്യൂവിലൂടെ പറ്റും. അപ്പൊ നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ നേരെ ചോദിക്കാലോ, ഇന്റർവ്യൂവറിനോട് ചോദിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അവരുടെ അല്ലെങ്കിൽ അവരുടെ ഡൗട്ട്, ജോലിനെ കുറിച്ചുള്ള ഡൗട്ട് അത് പ്രൊവൈഡ് ചെയ്യാനും എന്ത് ചെയ്യുന്നു, ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്റർവ്യൂവിൽ ഉണ്ടെന്ന് അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. An interview provides an opportunity to the candidates to clear his or her doubts about the job. This also helps him in taking a sensible decision for his career regarding accepting or rejecting the job if offered. അപ്പൊ അങ്ങനെ അപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ പറ്റുമോ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ആ വിവരങ്ങളിലൂടെ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവനൊരു ആ കാൻഡിഡേറ്റ്സിന് ഒരു സെൻസിബിൾ ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റും അവന്റെ കരിയറിനെ കുറിച്ച്, അതിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ളത്. അപ്പൊ അത് കേട്ടിട്ട് ആ ജോലി നമുക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, വേണ്ട എനിക്ക് പറ്റൂല എന്ന് തോന്നലാണെങ്കിൽ റിജക്ട് ചെയ്യണമെങ്കിൽ റിജക്ട് ചെയ്യാം. അതിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നു. ഇഫ് ഓഫർ, അവർ ഓഫർ ചെയ്ത ജോലി അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ, അവന്റെ ആ ഒരു കരിയർ അതിനെ കുറിച്ചുള്ള ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി ഉള്ളൂ, ഹെൽപ്പ് ജോബ് സീക്കേഴ്സ് ടു ഇൻക്രീസ് ദ കോണ്ടാക്ട്. എന്തിനു സഹായിക്കുന്നു, ജോലി അന്വേഷിക്കുന്നവരില്ലേ അവർക്ക് കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്യാൻ, വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. An interview gives an opportunity to the candidates to build contact with the interviewer and other candidates as well. ഇന്റർവ്യൂവിലൂടെ നമുക്ക് എന്താ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, എന്താ മറ്റുള്ള കാൻഡിഡേറ്റ്സും ഇന്റർവ്യൂവറും തമ്മിലുള്ള ഒരു കോണ്ടാക്ട് കിട്ടും. ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിന് പോവുക, നമ്മളെല്ലാവരും ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഒരു നല്ലൊരു റിലേഷൻ ആവില്ലേ അല്ലെ, പരസ്പരം പേര് ചോദിച്ച് കാര്യങ്ങൾ ചോദിച്ച് നമ്മളൊരു ഫ്രണ്ട്സ് ആവും അവിടെ വെച്ചിട്ട് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂവിനെ കുറിച്ചും ഒരു നമുക്ക് എന്താ പറയാ ഒരു നല്ലൊരു കണക്ഷൻ കിട്ടും അതില്. സോ ഇൻ കേസ് എ കാൻഡിഡേറ്റ് ഈസ് റിജക്റ്റഡ്, അപ്പൊ നമ്മൾ അങ്ങനെ അവിടെ പരിചയപ്പെട്ടു എന്ന് വിചാരിക്കുക, അപ്പൊ എനിക്ക് ആ ജോലി കിട്ടിയില്ല. So the case candidates is rejected. അത് റിജക്ട് ചെയ്യുകയാണെങ്കിൽ in his very first effort of his job hunt, അവന്റെ ജോലി അന്വേഷിക്കുന്ന ആ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അവൻ അതിനെ റിജക്ട് ചെയ്യുകയാണെങ്കിൽ then this contact perhaps can help him in succeeding effort. അപ്പൊ ആ ഒരു കോണ്ടാക്ട് ഉണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇന്റർവ്യൂവിന് പോയതാട്ടോ, അപ്പൊ എനിക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക, അപ്പൊ ഞാൻ സൗമ്യമായിട്ട് നല്ലൊരു കോണ്ടാക്ട് അവിടെ വന്നു, അപ്പൊ സൗമ്യക്ക് അവിടെ ജോലി കിട്ടുകയും ചെയ്തു. അപ്പൊ ഫസ്റ്റ് എഫേർട്ടില് എനിക്ക് അവിടെ കിട്ടിയില്ല കേട്ടോ, അപ്പൊ അങ്ങനെയാ. അപ്പൊ സൗമ്യ അവിടെ കണ്ടിന്യൂ ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നീട് ഒരു വേക്കൻസി വരുമ്പോൾ നമ്മളൊരു റിലേഷൻ ഉള്ളത് കൊണ്ട് സൗമ്യ എന്നോട് പറയൂലേ, രണ്ടാമത് അവിടെ ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ, ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക്, ഇന്ന ദിവസമാണെന്ന് സൗമ്യ എന്നെ ഇൻഫോം ചെയ്യോ സൗമ്യ അഖില ചെയ്യോ, ഗൗരി ചെയ്യോ, ആരാ ചെയ്യാ നോക്കട്ടെ, ചെയ്യും. രാഹിനെയൊക്കെ സൗമ്യൊക്കെ തമ്പിടാനുള്ളൊരു ഇതാ വന്നത് അല്ലെ. അതായത് അപ്പൊ അങ്ങനെ വരുമ്പോ ആ കോണ്ടാക്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യും. അപ്പൊ അങ്ങനെ ആ ജോലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ എഫേർട്ട് നമുക്കൊരു വിജയത്തിലേക്ക് എത്താനും പറ്റും. ഈ കാൻഡിഡേറ്റ്സ് ആദ്യ ജോലി അന്വേഷണത്തിൽ തന്നെ നിരസിക്കപ്പെട്ടാൽ ഈ ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ വിജയകരമായിട്ടുള്ള പിന്നീടുള്ള ശ്രമങ്ങൾക്ക് സഹായകരമാകും. അപ്പൊ അങ്ങനെ 3 കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ജോബ് സീക്കേഴ്സിന് ഒരു നല്ലൊരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, പിന്നെ കാൻഡിഡേറ്റ്സിന് ജോലി അക്സെപ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യാനോ പറ്റുന്നു, ജോബ് സീക്കേഴ്സിന് കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വയ്ക്കുക, വായിച്ചു വെച്ചേക്കുക. നമ്മള് എവിടെ ഡോണ്ട് എന്നുള്ളത് വരെയും നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കണം കേട്ടോ. മെറിറ്റ്സ് പഠിക്കണ്ട, ഇത്രയും കാര്യങ്ങൾ ഡോൺസ് ഇന്റർവ്യൂവിന്റെ ഡു ആൻഡ് ഡോൺസ് ഇൻ സെലക്ഷൻ ഇന്റർവ്യൂ അത്രയും എക്സാമിന് വേണ്ടി പഠിക്കുക. എല്ലാവരും ഇനിയിപ്പോ 2 ദിവസം അവധി ഉണ്ടല്ലോ, നന്നായിട്ട് ഇന്ന് പഠിക്കുക, എക്സാമിന് നല്ല രീതിയിൽ റെഡി ആവുക കേട്ടോ. ഓക്കെ, എന്നാൽ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. ഓക്കെ.